ഡിസംബർ 20 മുതൽ തുടങ്ങിയ കൊയ്ത്ത് ഇന്ന് ഡിസംബർ 31 ആയിട്ടും ഇതിനൊരു എടുപ്പിൻ്റെ ഒരു പൂർത്തീകരണമാകുന്നില്ല. ഈ കർഷകൻ പ്രകൃതിയുടെ വികൃതികളെയും ഇഴജന്തുക്കളുടെയും മറ്റുള്ള കീടങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നെല്ല് ഒരു അധ്വാനവും കൂടാതെ പുറത്തു നിന്ന് വരുന്ന ബ്രോക്കർമാർ അവരുടെ തോന്നിയവാസത്തിന് 100 കിലോ നെല്ല് കൊടുക്കുന്നതിന് 110 കിലോ 112 കിലോ 108 കിലോ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കർഷക സമൂഹങ്ങളെ വേദനിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു നടപടി സ്വീകരിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ 68 കിലോ നെല്ല് കൊടുക്കണമെന്നാണ് മില്ലുകാരോട് ആവശ്യപ്പെട്ടത്. അത് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞാണ് നെല്ലെടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ 30 ക്വിൻ്റൽ ചുമട്ടുപൊടി ഞങ്ങൾ പാടക്കാർ കൊടുക്കും. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഈ 20 ഏക്കർ ചെയ്യുന്ന എനിക്ക് എന്നാ കിട്ടും? ഈ 2 ലക്ഷം രൂപ ഇവർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഞങ്ങൾക്ക് കിട്ടും? കൊയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിലെ ഈർപ്പത്തിലെ കിഴിവിന്റെ പേരിൽ തർക്കമുന്നയിച്ച് മില്ലുകാർ നെല്ല് സംഭരിക്കാൻ തയ്യാറാകാത്തതിനാൽ 1000 ടണ്ണോളം നെല്ല് പാടത്ത് കിടക്കുന്നു. തലയാഴം, കല്ലറ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന KV കനാലിന്റെ ഇരുവശങ്ങളിലുള്ള പാടശേഖരങ്ങളിലാണ് നെല്ല് കെട്ടിക്കിടക്കുന്നത്. മുണ്ടാറിലെ കിണറ്റുകര, തട്ടാപ്പറമ്പ്, പറമ്പങ്കരി, തമ്പാൻ ബ്ലോക്ക്, 54 ബ്ലോക്ക്, ജോണി ബ്ലോക്ക്, കങ്ങഴ കോളനി ബ്ലോക്ക്, മുണ്ടാർ 1, തലയാഴത്തെ മുണ്ടാർ 5, 30 തുടങ്ങി 11 പാടശേഖരങ്ങളിലെ 300ഓളം കർഷകരുടെ നെല്ലാണ് 8 മുതൽ 10 വരെ കിഴിവ് വേണമെന്ന മില്ലുകാരുടെ വിലപേശൽ മൂലം പാടത്ത് കിടക്കുന്നത്. കനാലിനേക്കാൾ താഴ്ന്ന നിലങ്ങളായതിനാൽ ഉറവ വന്ന് നെല്ല് നനഞ്ഞു നശിക്കാതിരിക്കാൻ പാടശേഖര സമിതികൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടും അധിക തുക നൽകി മോട്ടോർ പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിച്ചാണ് നെല്ല് സംരക്ഷിക്കുന്നത്. ഡിസംബർ 20 മുതൽ കൊയ്ത നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. പാടി ഓഫീസർ നെല്ല് സംഭരിക്കുമെന്ന് അറിയിച്ച സ്വകാര്യ മില്ലിന്റെ ഏജന്റ് ഇന്നലത്തോടെ നെല്ല് സംഭരണം അവസാനിച്ചെന്ന് കർഷകരെ അറിയിച്ചതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വൈകിയാണ് ഈ പാടശേഖരങ്ങളിലെ വിത നടന്നത്. വിതച്ചപ്പോൾ കടുത്ത ചൂട് മൂലം വിത ഉരുകി നശിച്ചതിനെ തുടർന്നാണ് കർഷകർ കൃഷി പരിരക്ഷിച്ചെടുത്തത്. 18-20 ക്വിൻ്റലിനിടയിൽ വിളവ് ലഭിച്ചെങ്കിലും നെല്ല് സംഭരണം അവതാളത്തിലായത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി. സമീപ പാടശേഖരങ്ങളിൽ 3-5 കിലോ കിഴിവിൽ നെല്ല് സംഭരിച്ചപ്പോഴാണ് ഇവിടെ പുതിയ ആവശ്യമുന്നയിച്ച് സംഭരണം നിർത്തിയത്. നെല്ല് സംഭരണം തടസ്സപ്പെട്ടതോടെ നെല്ല് ഉണക്കിയും മൂടിയിട്ടും കർഷകർ ദിവസങ്ങളായി പാടത്ത് തുടരുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ ഏതാനും വർഷങ്ങളായി കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരണം അനിശ്ചിതത്വത്തിലാകുന്നത് കർഷകർക്കേറെ ദുരിതവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുകയാണ്. നെല്ല് സംഭരണം സമയബന്ധിതമായി നടത്താൻ സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്ന് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കർഷകനുമായ TJ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. നെല്ല് പാടത്ത് ദിവസങ്ങളായി സൂക്ഷിക്കുന്നത് അധിക പണച്ചെലവും കർഷകർക്ക് കഷ്ടപ്പാടും സമ്മാനിക്കുകയാണ്. ഇനിയും നെല്ല് സംഭരിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ ജോസ് ചെറുവള്ളി, TJ സെബാസ്റ്റ്യൻ, ജോമോൻ ജോൺ, അജി, ഭാസ്കരൻ, സുമേഷ് തുടങ്ങിയവർ പറഞ്ഞു.